നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിനടുത്ത് എക്സൈസ് അധികൃതർ നടത്തിയ വാഹന പരിശോധനയിൽ 180 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. പൂവൽ സ്വദേശികളായ BM മഹ്മൂദ്, അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത്. കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് വെള്ളിയാഴ്ച മുതൽ തുടക്കം കുറിക്കും. ജനുവരി 3 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി കാസർഗോഡ് പോസ്റ്റർ പ്രചരണം സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രി വീർപ്പുമുട്ടുന്നു. ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ദുരിതത്തിൽ. ആലൂർ കൾച്ചറൽ ക്ലബിനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഉദുമ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കാസർഗോഡ് തളങ്കര മുസ്ലിം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. സ്കൂളിൽ ഒരു വട്ടം കൂടി ഒത്തുചേർന്ന 1977-79 ബാച്ചിലെ വിദ്യാർത്ഥികൾ. കാസർഗോഡ് കലാപീഠം നവവർഷം ചിത്രവർഷം ചിത്രരചനയും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. ബേക്കൽ ബീച്ച് പാർക്കിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിനടുത്ത് എക്സൈസ് അധികൃതർ നടത്തിയ വാഹന പരിശോധനയിൽ 180 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. കാസർഗോഡ് പൂവൽ സ്വദേശികളായ BM മഹ്മൂദ്, അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെ മഞ്ചേശ്വരം റേഞ്ച് എക്സൈസ് അധികൃതർ നടത്തിയ വാഹന പരിശോധനയിലാണ് ആൾട്ടോ കാറിൽ കടത്തുകയായിരുന്ന 180 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ കാസർഗോഡ് പൂവൽ സ്വദേശികളായ BM മുഹമ്മദ്, അബൂബക്കർ സിദ്ദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ആൾട്ടോ കാറും കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾക്ക് 2 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇൻസ്പെക്ടർമാരായ സദാനന്ദൻ, ജയൻ, പ്രിവന്റീവ് ഓഫീസർമാരായ ജോസഫ്, VV സന്തോഷ് കുമാർ, സിവിൽ ഓഫീസർമാരായ CKV സുരേഷ്, സുധീർ പാറമൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് KCN. കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് വെള്ളിയാഴ്ച മുതൽ തുടക്കം കുറിക്കും. ജനുവരി 3 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ദൈവക്കോലങ്ങൾക്ക് തറവാട്ടുകാരനവർ അടയാളം കൊടുക്കുന്ന ചടങ്ങ് നടക്കും. ശനിയാഴ്ച വൈകുന്നേരം ദൈവങ്ങളുടെ മൂലസ്ഥാനമായ കാവിൽ നിന്നും തിരുവായുധങ്ങളും ഭണ്ഡാരങ്ങളും എഴുന്നള്ളിക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. ജനുവരി 3 വ്യാഴാഴ്ച കഴകം ഒപ്പിക്കൽ ചടങ്ങുകൾക്ക് ശേഷം തിരുവായുധങ്ങളുമായി എഴുന്നള്ളത്തോടുകൂടി മഹോത്സവം സമാപിക്കും. ഡിസംബർ 28 വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം 4 മണിക്ക് മഹോത്സവത്തിൻ്റെ ആരംഭം കുറിച്ച് നാൽവർ ദേവസ്ഥാനങ്ങളുടെ സന്നിധിയായ കാനത്തൂർ കൊട്ടാരം, കളരിവീട്, പടിപ്പുര, കാവ് എന്നീ സന്നിധികളിൽ ശുദ്ധികലശം പ്രാർത്ഥന ആണ് നടക്കുന്നത്. ഇന്ന് ജനുവരി 1 രാവിലെ 9 മണിക്കുള്ളിൽ രക്തേശ്വരി ദൈവങ്ങളുടെ ദർശനാരംഭവും ഭാഗ്യത്തൂർ കണ്ടത്തെ പുറപ്പാടും മഹാലിംഗ ക്ഷേത്രത്തേക്കുള്ളും എഴുന്നള്ളത്തും. 11 മണിക്ക് ഭാർഗവത്തിൽ കൊണ്ട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി തിരുമുടി ധരിച്ച് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളത്ത്. തുടർന്ന് തുലാഭാര സേവ, പ്രസാദ വിതരണം എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2:30 മുതലാണ് വിഷ്ണുമൂർത്തി ദൈവങ്ങളുടെ അരങ്ങിൽ പ്രവേശനവും ഭാഗ്യത്തിൽ കണ്ട പുറപ്പാടും. തിരിച്ചെള്ളിച്ച ശേഷം ആണ് പ്രേതമോചനം, പ്രസാദ വിതരണം. 6 മണിയോടുകൂടി സമാപനം. കളിയാട്ട മഹോത്സവത്തിൽ സംബന്ധിക്കുവാനെത്തുന്ന ആയിരങ്ങൾക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കുവാനായി ആഘോഷ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ക്ഷേത്രം ഭാരവാഹികളായ KP ഗംഗാധരൻ നായർ, KP ബാലരാമൻ, KP സുകുമാരൻ, KP മോഹനൻ, KP പവിത്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനുവരി 8-9 തീയതികളിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി കാസർഗോഡ് പോസ്റ്റർ പ്രചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലുറപ്പ് കൂലി സംരക്ഷിക്കുക, മിനിമം വേതനം 18,000 രൂപയാക്കി നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജനുവരി 8-9 തീയതികളിൽ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. AITUC, INTUC,
CITU, UTUC, STU, INLC, NLU, HMS, JTUC തുടങ്ങിയ സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ പോസ്റ്റർ പ്രചരണം സംഘടിപ്പിച്ചത്. പണിമുടക്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ പറഞ്ഞു. T കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ഷെരീഫ് കൊടവഞ്ചി, ഗിരികൃഷ്ണൻ, R വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ആനുകാലിക പ്രശ്നങ്ങളെ കോർത്തിണക്കി സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ബോധവൽക്കരണവുമായി തയ്യാറാക്കിയ കനലരിയും കാറ്റ് എന്ന ഹ്രസ്വചിത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കുഡ്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ നടന്നു. ആർഗ്യ ഫിലിംസിന്റെ ബാനറിൽ രാജേഷ് കാളിയങ്കാടാണ് ചിത്രം സംവിധാനം ചെയ്തത്. സിനിമയെ സ്നേഹിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടം കലാകാരന്മാർ കൈകോർത്തതോടെയാണ് കനലരിയും കാറ്റ് എന്ന ഹ്രസ്വചിത്രം സ്ക്രീനിലെത്തിയത്. ആർഗ്യ ഫിലിംസിന്റെ ബാനറിൽ രാജേഷ് കാളിയങ്കാട്ടാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കൂട്ലു ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ നടന്നു. ആക്ഷൻ ഹീറോ ബിജു എന്ന മലയാളം ഹിറ്റ് ചിത്രത്തിലെ താരങ്ങളായ കോബ്ര രാജേഷും അശ്വതിയും പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ സിനിമാ വിശേഷങ്ങളും ഉദ്ഘാടന ചടങ്ങിനിടെ രാജേഷും അശ്വതിയും പങ്കുവച്ചു. ലോകേഷ് മി പുകുരി, ശ്രീധരൻ കൂഡ്ലു, വെങ്കിട്ടരമണ അടിക എന്നിവർ സംസാരിച്ചു. ആനുകാലിക വിഷയങ്ങൾ കോർത്തിണക്കി സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ബോധവൽക്കരണവുമായാണ് കനലരിയും കാറ്റ് ഒരുക്കിയത്. കഞ്ചാവ്, മയക്കുമരുന്ന്, ഭിക്ഷാടന മാഫിയ എന്നിവയ്ക്കെതിരെ ശക്തമായ ബോധവൽക്കരണമാണ് ചിത്രത്തിലുള്ളത്. വേണുഗോപാൽ പള്ളിത്തടം, ഭവീഷ് തെക്കൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഭവി ബാലന്റേതാണ് തിരക്കഥ. ബിനാസ് നാസറാണ് ക്യാമറ. ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഗോകുൽ കാഞ്ഞങ്ങാടാണ്. ശൈലേഷ് തെരുവത്താണ് ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ. അക്കു മേൽപ്പറമ്പ്, ഗോകുൽ കാഞ്ഞങ്ങാട്, സുനി അല്ലു, നിഷിത, കാർത്തിക, അനിത എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ആലൂർ കൾച്ചറൽ ക്ലബിനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഉദുമ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, സംസ്ഥാന ക്രിക്കറ്റ് താരം ഫത്താഹ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാലിദ് വെള്ളിപ്പാടി അധ്യക്ഷത വഹിക്കും. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ റഹീം ഉദ്ബോധന പ്രസംഗം നടത്തും. നെഹ്റു യുവജന കേന്ദ്രം കാസർഗോഡ് കോർഡിനേറ്റർ ഷാഫി സലീം, കാറടുക്ക ബ്ലോക്ക് മെമ്പർ ബിന്ദു ശ്രീധരൻ, വാർഡ് മെമ്പർമാരായ MA അസീസ്, നസീമ അഷ്റഫ്, ക്ലബ്ബ് സെക്രട്ടറി അബ്ദുസമദ് വൈറ്റ് ലൈൻ, ഉപദേശക സമിതി അംഗങ്ങളായ BK ഹംസ, AT അബു, AP അബ്ദുള്ള, അഷ്റഫ് NA തുടങ്ങിയവർ സംബന്ധിക്കും. മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ആലൂർ എന്ന പ്രദേശത്ത് തായലാലൂർ, അതുപോലെ മീത്തലാലൂർ, ആലിനടുക്കം എന്നീ 3 നാടുകളെ പ്രത്യേകമായി മെയിനായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ആലൂർ കൾച്ചറൽ ക്ലബ്ബ് അതിൻ്റെ 2003 രജിസ്ട്രേഷൻ നടന്നത്. വാടക കെട്ടിടത്തിലായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്വന്തമായ ഒരു കെട്ടിടമുണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടന കർമ്മം ശനിയാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട MLA കുഞ്ഞിരാമൻ അവർ നിർവഹിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ലത്തീഫ് TA, സെക്രട്ടറി അബ്ദുസമദ് വൈറ്റ് ലൈൻ, ട്രഷറർ സാലി, AT അബു, NA അഷ്റഫ്, ഷംസു MK എന്നിവർ സംബന്ധിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രി വീർപ്പുമുട്ടുന്നു. ഇതേ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ആവശ്യമായ ചികിത്സ ലഭിക്കാതെ വൻ ദുരിതമാണ് നേരിടുന്നത്. 4 ഡോക്ടർമാരുള്ള മഞ്ചേശ്വരം ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു സ്റ്റാഫ് നഴ്സ് മാത്രമാണ് സ്ഥിരമായുള്ളത്. 9 മണി മുതൽ 1 മണി വരെ മാത്രമായിരിക്കും ഡോക്ടർമാരുടെ ഡ്യൂട്ടി ടൈം. ചികിത്സയ്ക്കായി എത്തുന്ന മിക്ക രോഗികളും മതിയായ ശുശ്രൂഷ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന കാഴ്ചയാണുള്ളത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഇവിടെ പോസ്റ്റ്മോർട്ടം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായും യാഥാർത്ഥ്യമായിട്ടില്ല. ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറാക്കണമെന്നും മതിയായ സ്റ്റാഫുകളെ ആശുപത്രിയിൽ നിയമിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ആശുപത്രിയിലെ അസൗകര്യം പരിഹരിക്കുവാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ.
ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് തളങ്കര മുസ്ലിം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച 1977-79 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. ഒരു വട്ടം കൂടി സ്കൂളിൽ ഒത്തുചേർന്ന പഴയ വിദ്യാർത്ഥികൾ ഓർമ്മകൾ അയവിറക്കിയും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് മടങ്ങിയത്. ഓർമ്മകളുടെ വാതായനങ്ങൾ തുറന്നാണ് 1977-79 ബാച്ചിലെ വിദ്യാർത്ഥികൾ തളങ്കര മുസ്ലിം ഹൈസ്കൂളിൽ ഒത്തുചേർന്നത്. സ്കൂൾ കാലത്തെ നിറമുള്ള ഓർമ്മകൾ പങ്കുവച്ച് അവർ ആ പഴയ വിദ്യാർത്ഥികളായി മാറി. പാട്ടുപാടി രസിച്ചും സൗഹൃദങ്ങൾ പങ്കുവച്ചും പഴയ വിദ്യാർത്ഥികൾ സ്കൂളിലെ സുവർണകാലം വീണ്ടും പുനരാവിഷ്കരിച്ചു. മുഹമ്മദ് കുഞ്ഞി ബപ്പടി, KM അബ്ദുൽ റഹ്മാൻ, ബദറുദ്ദീൻ, KS മെഹമൂദ്, KS അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. പഴയ ബാച്ചിൽ ഒരുമിച്ചുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സഹപാഠികളെ സഹായിക്കുവാൻ ചാരിറ്റിക്ക് രൂപം നൽകുവാൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തീരുമാനിച്ചു. ഞങ്ങളുടെ പഴയ സ്കൂൾ മുറ്റം വീണ്ടും കാണാൻ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ കൂട്ടായ്മക്ക് ഞങ്ങളൊരു പേരിട്ടിരിക്കുന്നു, കുസൃതി കൂട്ടം. ഞങ്ങളുടെ കുസൃതികൾ, പഴയ കുസൃതികൾ ഓർമ്മിക്കുക, അത് പരസ്പരം പങ്കുവെക്കുക, പഴയ ഓർമ്മകൾ അയവിറക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം പഠിച്ചിരുന്ന ഒരുപാട് സഹപാഠികൾ ഇന്ന് ജീവിതത്തിൻ്റെ പല തുറകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. എല്ലാവരെയും ഒന്നിച്ചൊന്നായി കോർത്തിണക്കി കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യം കൂടി ഈ കൂട്ടായ്മക്കുണ്ട്. ഞങ്ങളിത് ഒരു ചാരിറ്റി കൂടി ഈ കൂട്ടായ്മയുടെ ലേബലിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുവാനും സംഗമത്തിൽ തീരുമാനമെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കേളുഗുഡെ ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഈ മാസം 31 വരെയാണ് കേളുഗുഡെ അയ്യപ്പ ഭജനാ മന്ദിരത്തിൽ വാർഷികോത്സവം നടക്കുന്നത്. ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് എത്തുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. സണ്ണക്കൂഡ്ലു കൊറഗജ്ജ ദൈവസന്നിധിയിൽ നിന്നാരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പ ഭജനാ മന്ദിരത്തിൽ പ്രത്യേക പൂജകളും കലാസാംസ്കാരിക ആധ്യാത്മിക പരിപാടികളും നടക്കും. ന്യൂസ് ഡെസ്ക് KCN. ഗ്രീൻവുഡ് പബ്ലിക് സ്കൂളിന്റെ BK മാസ്റ്റർ അവാർഡിന് NA അബൂബക്കറും ഡോക്ടർ അബ്ദുൽ സമദും അർഹരായി. ശനിയാഴ്ച ഗ്രീൻവുഡ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 7 വർഷമായി ഞങ്ങളുടെ മരിച്ചുപോയ ഡയറക്ടർ BK മുഹമ്മദ് മാഷുടെ സ്മരണയ്ക്കായി വർഷം തോറും നൽകി വരുന്ന അവാർഡിൻ്റെ വിതരണം ഈ വർഷവും നടക്കുകയാണ്. 29-ാം തീയതി 11 മണിക്ക്. ഈ പ്രാവശ്യം ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് കാസർഗോഡിന് ഒരു മാതൃക കാണിച്ച NA അബൂബക്കർ സാഹിബിനാണ്. പിന്നെ രണ്ടാമത്തത് ജനകീയനായ ഒരു ഡോക്ടർ, ആരും അറിയാതെ ജനസേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഡോക്ടർ അബ്ദുൽ സമദ്. അബ്ദുൽ അസീസ് അക്കര, ഫാറൂഖ് കാസിമി, K സരോജിനി ബായി, KS പ്രിയ, MS ജംഷീദ്, മുജീബ് മാങ്ങാട്, P ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവവർഷം ചിത്രവർഷം ചിത്രരചനയും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. കാസർഗോഡ് കലാപീഠത്തിന്റെ നേതൃത്വത്തിൽ ബേക്കൽ ബീച്ച് പാർക്കിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. കാസർഗോഡ് കലാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ബേക്കൽ ബീച്ച് പാർക്കിൽ ജില്ലയിലെ പ്രമുഖരായ ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചിത്രരചന സംഘടിപ്പിച്ചത്. തുടർന്ന് ചിത്രപ്രദർശനവും ഒരുക്കി.
ജില്ലയിലെ ചിത്ര ശില്പകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ നിരവധി ക്യാമ്പുകളുണ്ട്. ചിത്രകാരന്മാരത് മാത്രമല്ല, മറ്റ് കലാരൂപങ്ങൾ നമുക്കിടയിൽ ഉണ്ട്. അപ്പം അത്തരം കലാരൂപങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെൻറ് ഇന്ന് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കലാകാരന്മാരെ കലാകാരികളെ സംഭാവന ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തുടനീളം അവരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോക്കിൻ്റെ അകത്ത് 4 വജ്ര ജൂബിലി ഫെലോഷിപ്പ് നേടിയ 4 കലാകാരന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. ക്യാമ്പ് ഡയറക്ടർ രവീന്ദ്രൻ തൃക്കരിപ്പൂർ ക്യാമ്പ് വിശദീകരണം നടത്തി. പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TMA ലത്തീഫ് ക്യാൻവാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അസുറാബി റാഷിദ്, മാധവ ബേക്കൽ, KT ആയിഷ, പഞ്ചായത്ത് അംഗം MG ആയിഷ, EV അശോകൻ, സാനു ധർമ്മരാജ്, സുകുമാരൻ പൂച്ചക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചിത്രപ്രദർശനവും നടന്നു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ലോ കോളേജ് തുടങ്ങാൻ അനുമതി തേടാൻ തീരുമാനം. വാർഷിക ജനറൽ ബോഡി യോഗം SN കോളേജിൽ നടന്നു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള SN കോളേജിൽ ലോ കോളേജും പാരാമെഡിക്കൽ കോഴ്സുകളും തുടങ്ങുന്നതിനായി സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചു. വർഷാന്ത ജനറൽ ബോഡി യോഗം ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വസമുദായത്തിലെ ആചാരസ്ഥാനികന്മാരെയും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടി നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി രൂപീകരിച്ച ഈ ട്രസ്റ്റ് ഇതിൻ്റെ ദൗത്യം ആദ്യമായി നടത്തിയ ദൗത്യം വേറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷം കഴിയുമ്പോൾ മലബാറിലെ ചരിത്രപ്രധാനമായ താളുകളിൽ ഈ കോളേജിൻ്റെയും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അത് നേടിയെടുക്കാൻ സാധിച്ചതിനോടുള്ള പൂർവ്വ വിശ്വാസവും തൻ്റെ സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്നവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ നല്ല നിശ്ചയമോടെ മാത്രമാണ് നമുക്കിത് സാധിച്ചെടുക്കുവാൻ സാധിച്ചത്. സി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വൃന്ദവാദ്യത്തിലും കഥകളിയിലും A ഗ്രേഡ് ലഭിച്ച അനാമിക മോഹനെ അനുമോദിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ KV ശശിധരൻ, KV ബാലകൃഷ്ണൻ, ഐശ്വര്യകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. NGO യൂണിയൻ ഹോസ്തുഗ് ഏരിയ കമ്മിറ്റിയാണ് ക്യാമ്പയിൻ ഒരുക്കിയത്. സംസ്ഥാന സർക്കാർ നവോത്ഥാന സംഘടനകളുടെ സഹകരണത്തോടെ ജനുവരി 1 ഒരുക്കുന്ന വനിതാ മതിലിന്റെ പ്രചരണാർത്ഥമാണ് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ഹോസ്തുർഗ് ഏരിയ കമ്മിറ്റിയാണ് സിഗ്നേച്ചർ ക്യാമ്പയിന് നേതൃത്വമേകിയത്. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി ഉദ്ഘാടനം ചെയ്തു. TV ഹേമലത അധ്യക്ഷയായി. KV രമണി, K ഭാനുപ്രകാശ്, പുഷ്പലത, C സന്ദീപ്, A സലീം, വിനോദ് കുമാർ, സതീഷ് ബാബു, M ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയിളം വരഞ്ഞൂർ ബാനം പരപ്പ റോഡ് യാഥാർത്ഥ്യത്തിലേക്ക്. കിഫ്ബി പദ്ധതിയിലാണ് നിർമ്മാണം. P കരുണാകരൻ MP സ്ഥലം സന്ദർശിച്ചു. റോഡ് നിർമ്മാണം സ്ഥലം സന്ദർശിച്ച P കരുണാകരൻ MPയുടെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ V സുധാകരൻ, CPM ഏരിയ സെക്രട്ടറി TK രവി, പഞ്ചായത്ത് അംഗങ്ങളായ P ചന്ദ്രൻ, P പ്രകാശൻ, കിനാനൂർ ബാങ്ക് പ്രസിഡന്റ് NK തമ്പാൻ എന്നിവരുമുണ്ടായിരുന്നു. കിഫ്ബി പദ്ധതിയിൽ 28 കോടി രൂപയാണ് റോഡിന് അനുവദിച്ചിരിക്കുന്നത്. റോഡിന്റെ അഭിവൃദ്ധിക്ക് 23 കോടിയും കിളിയളം പാലത്തിന് 5 കോടിയും ലഭിക്കും. റോഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്നതോടൊപ്പം കോടമ്പള്ളൂർ ബളാൽ പഞ്ചായത്തുകൾക്കും ഉപകാരപ്രദമാകും. കയ്യൂർ കൂക്കാട്ടെ C ബാലകൃഷ്ണന് CPM കയ്യൂർ ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നു. തറക്കല്ലിടൽ കഴിഞ്ഞ ദിവസം നടന്നു. മാനവ സൗഹൃദ സന്ദേശയാത്രയ്ക്ക് സ്വീകരണവും നൽകി. CPM കയ്യൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂക്കോട്ടെ C ബാലകൃഷ്ണൻ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തറക്കല്ലിടൽ ചടങ്ങിന് ശേഷം മാനവ സൗഹൃദ സന്ദേശയാത്രയ്ക്കുള്ള സ്വീകരണം നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. CPM പുതിയ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ സാമൂഹ്യ മേഖലയിലടക്കം വ്യത്യസ്ത മേഖലകളിൽ CPM ഇടപെടുന്നത് പോലെ പൂർവാധികം ശക്തിയോടുകൂടി
ഇത്തരം മേഖലകളിൽ പാർട്ടിയുടെ സാന്നിധ്യം തെളിയിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിലാണ്. കെ തങ്കമണി അധ്യക്ഷയായി. ജാഥ ലീഡർ ഇന്ദിര, പി കാർത്തിയായനി, എം ബാലകൃഷ്ണൻ, ടി ദാമോദരൻ, കെ ഷീന, എം രാജീവൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിനടുത്ത് എക്സൈസ് അധികൃതർ നടത്തിയ വാഹന പരിശോധനയിൽ 180 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. പൂവൽ സ്വദേശികളായ BM മുഹമ്മദ്, അബൂബക്കർ സിദ്ദീഖ് എന്നിവരാണ് പിടിയിലായത്. കാനത്തൂർ ശ്രീ നാൽവർ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് വെള്ളിയാഴ്ച മുതൽ തുടക്കം കുറിക്കും. ജനുവരി 3 വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി കാസർഗോഡ് പോസ്റ്റർ പ്രചരണം സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രി വീർപ്പുമുട്ടുന്നു. ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ദുരിതത്തിൽ. ആലൂർ കൾച്ചറൽ ക്ലബിനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഉദുമ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കാസർഗോഡ് തളങ്കര മുസ്ലിം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. സ്കൂളിൽ ഒരു വട്ടം കൂടി ഒത്തുചേർന്ന 1977-79 ബാച്ചിലെ വിദ്യാർത്ഥികൾ. കാസർഗോഡ് കലാപീഠം നവവർഷം ചിത്രവർഷം ചിത്രരചനയും ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു. ബേക്കൽ ബീച്ച് പാർക്കിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.